പൂർത്തിയായി. 30 ദീപങ്ങളാണ് ഇവിടെ ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് തെളിയിക്കുന്നത്. IFFK, we're all the dignitaries on stage, light the lamp together, marking the beginning of this 30th edition. വിളക്കുകളാൽ ദീപ്തമായ ഈ വേദിയിൽ അങ്ങനെ 30ാമത് IFFK ആരംഭമായിരിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന KSRTC ചെയർമാൻ ഒരുപക്ഷെ ഇന്ന് ഈ 30ാമത് വർഷം പൂർത്തിയാക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സംഘാടനത്തിൻ്റെ നേതൃത്വ നിരയിൽ നിൽക്കേണ്ടിയിരുന്ന ഞങ്ങളുടെ എല്ലാം ആദരണീയനായ ബഹുമാന്യനായ ഷാജീന്ദ്രൻ സാർ നമ്മോടൊപ്പമില്ല. പ്രിയപ്പെട്ട ഷാജി സാറിൻ്റെ ഓർമ്മകൾ അതിനു മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഉദ്ഘാടന സമ്മേളനം സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഞാൻ നിർവഹിക്കുമ്പോൾ ഈ സമ്മേളനം അതിജീവതയ്ക്കുള്ള പിന്തുണയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 30 വർഷം പൂർത്തിയാക്കുന്ന അഭിമാന നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചു ഈ മേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചു മേളയുടെ സംഘാടനത്തിൽ മുഖ്യ പങ്ക് നിർവഹിക്കുന്ന ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചു 30 എഡിഷനുകൾ പൂർത്തിയാകുമ്പോൾ അതിൻ്റെ അഭിമാനത്തിൻ്റെ നിറവിലാണ് ഞങ്ങളെല്ലാവരും. ഇന്ത്യയിലെ 30 എഡിഷൻ പൂർത്തിയാക്കുന്ന ഏക ചലച്ചിത്ര മേളയാണ് IFFK എന്നത് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊൽക്കത്ത ചലച്ചിത്രമേള 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയെങ്കിലും ആ മേള പൊതുജന പങ്കാളിത്തത്തോടെ നടത്താൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ സിനിമ രംഗത്ത് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രമോഷനും നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ അന്താരാഷ്ട്ര സംഘടനയായ FIAFന്റെ അംഗീകാരമുള്ള ലോകത്തെ 27 രാജ്യങ്ങളിലെ 42 ചലച്ചിത്ര മേളകളിലൊന്നാണ് IFFK. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ മേളയാണ്. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തന നിരതവും ഊർജ്ജസ്വലവുമാക്കുന്നതിന് പിന്നിലെ സുപ്രധാന ചാലകശക്തിയായി വർത്തിക്കുന്നതിന് IFFK കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ IFFK സർഗാത്മകമായ നിരവധി ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. വർഷാവർഷം ചലച്ചിത്രമേള എന്ന മഹാസംഗമ സ്ഥാനത്ത്
ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല, സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ഉൾപ്പെടെ കലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒത്തുചേരുന്ന ഒരു മഹാസംഘവും കഴിഞ്ഞു. ഉയർന്ന കലാബോധവും ഉന്നതമായ ആസ്വാദന ശേഷികളുടെ കൂട്ടായ്മയാണ് ഏകാധിപത്യ വർഗീയ ഫാഷിസ്റ്റ് പ്രവണതകളെ ചെറുക്കാൻ, അതുവഴി വിശാല മാനവികതയുടെ സന്ദേശം പരത്താൻ ഉതകുന്ന ഒരു സാംസ്കാരിക പ്രതിരോധ പരിപാടി കൂടിയാണ് കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. സിനിമയെ സമരായുധമാക്കി സമൂഹത്തിലെ അനീതികൾക്കെതിരെപ്പെടുത്തുന്ന നിർഭയരായ വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിക്കുന്നതിന് വേണ്ടി 26ാമത് IFK സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഏർപ്പെടുത്തിയത് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു. അതിന് ഈ ഗവൺമെന്റ് അഭിമാനിക്കാൻ കഴിയും. IFK ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ തുടർച്ചയാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന അംഗീകാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. തുർക്കിയിൽ IS തീവ്രവാദികൾ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 2 കാലുകൾ നഷ്ടപ്പെട്ട ഖദ്ദീഷ് സംവിധായക നിസ്വ ചലാലായിരുന്നു ആദ്യ പുരസ്കാരം. ആദ്യ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിക്കുന്ന വേദിയും IFKയുടെ അതിന്റെ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ആക്രമണത്തിൽ 2 കാലുകൾ നഷ്ടമായിട്ടും പോരാട്ടം നിർത്താതെ തുടരുന്ന നിസ്വ ചലാലിന്റെ കൂടെ അന്ന് ഈ വേദിയിൽ തല ഉയർത്തി നിന്നത് പോരാട്ടത്തിന്റെ പെൺ പ്രതീകമായ മലയാളത്തിന്റെ ഒരു പ്രിയപ്പെട്ട നടി ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ഈ വേദി അന്ന് അവർ ഉണ്ടായിരുന്നു. എന്നും എപ്പോഴും അവൾക്കൊപ്പമാണ് IFK എന്ന് ഊന്നിപ്പറയുന്ന കുറച്ച നിലപാടിന്റെ പ്രതീകമായിരുന്നു അന്നത്തെ ആ സാന്നിധ്യം. ഈ നിശാഗന്ധിയിൽ ഒത്തുകൂടിയാണ് ആയിരക്കണക്കിന് ഡെലിഗേറ്റുകൾ എഴുന്നേറ്റ് നിന്ന് കുറെ നേരം കരഘോഷം മുഴക്കി. അവര് പ്രഖ്യാപിച്ചു, അവൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. പെൺപോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രചോദനകരമായ മാതൃകയാണ് മലയാളത്തിലെ പ്രിയ നടിയെ IFK കാണുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് ശക്തമായ അടിവരയിടുകയായിരുന്നു അന്ന് ആ വേദി. ഇന്ന് വീണ്ടും ഞാൻ ഈ വേദി പ്രഖ്യാപിക്കുന്നു, അവരുടെ അസാന്നിധ്യത്തിൽ അവൾക്കൊപ്പമാണ് കേരള ഗവൺമെന്റ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ. ഇറാൻ ഭരണകൂടത്തിന്റെ നിരന്തരമായ പീഡനത്തിന് വിധേയമായിട്ടും അവകാശ പോരാട്ടം തുടരുന്ന ചലച്ചിത്രകാരി മദ്ദാസ് മുഹമ്മദി, കെനിയയിലെ യാഥാസ്ഥിക മൂല്യങ്ങൾക്കെതിരെ പൊരുതുന്ന സംവിധായിക വനൂരി കഹിയു, ഇന്ത്യൻ സംവിധായക പായൽ കവാടിയ എന്നിവരാണ് മുൻവർഷങ്ങളിൽ ഈ പുരസ്കാരത്തിന് അർഹരായത്. 30ാമത് IFKയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാഷിൽ നിന്ന് ഈ വേദിയിൽ സമ്മാനിക്കും. കർത്തവർഗക്കാരോടുള്ള വംശീയ മുൻവിധികൾക്കെതിരെ സിനിമയിലൂടെ ശക്തമായി പൊരുതുന്ന സംവിധാനികയാണ് കെല്ലി. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഉൾപ്പെടെ സിനിമയിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രേരകമാകുന്ന നിരവധി കാര്യങ്ങൾ IFKയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 29ാമത് ചലച്ചിത്രമേള തന്നെ ലോക സിനിമയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യത്തിന് കടും നിറത്തിലുള്ള അടിവരയിടുന്ന വേറിട്ടുള്ള പതിപ്പായിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. മേളയുടെ സിഗ്നേച്ചർ ഫിലിമായ സ്വപ്നയാനത്തിൽ പോലും ഈ സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വിവരിച്ചിരുന്നു. ആദ്യ മലയാള സിനിമയിലെ വിഗതകുമാരിയുടെ നായിക PK റോസി ആട്ടിയോടിക്കപ്പെട്ട അതേ തിയേറ്ററിൽ 40 വിശ്വാസത്തോടെ സിനിമ കാണുന്നതും IFKയുടെ ലോകയായ ദംഗാഷ് കശ്മിയെ അനാവരണം ചെയ്തതും ഈ മേള നടത്തിയ ദൃശ്യപ്രസ്താവന കൂടിയായിരുന്നു. കഴിഞ്ഞ മേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചത് ഏഷ്യയിലെ ഏറ്റവും വലിയ സംവിധായകനായ ആൻഫിയാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാൻ ചലച്ചിത്ര മേഖലയിലെ ഗ്രാൻഡ് പ്രീ ജേതാവായ ഇന്ത്യൻ സംവിധായക പായൽ കവാടിയയ്ക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നൽകിയത്. ലോകത്തെ വനിതാ ഛായാഗ്രഹകരിൽ പ്രമുഖയായ ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫർ ആനിയസ് ബൊദർനായിരുന്നു അന്താരാഷ്ട്ര മത്സരവിഭാഗത്തിലെ ജൂറി ചെയർപേഴ്സൺ. ഉദ്ഘാടനത്തിന് മുഖ്യാതിഥി സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ ഷബാന ആസിഫയായിരുന്നു. 7 വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫീമെയിൽ സ്റ്റാർസ് എന്ന പാക്കേജും കഴിഞ്ഞ മേളയിൽ ഏറെ ശ്രദ്ധേയമായി. IFKയുടെ ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമാ വിഭാഗത്തിൽ 4 വനിതാ സംവിധായകരുടെ കരുത്തുറ്റ സാന്നിധ്യം ഉണ്ടായിരുന്നു. 30ാമത് ചലച്ചിത്രമേള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവും ഇത് എന്നതിൽ എനിക്ക് സംശയമില്ല. 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 സിനിമകൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കും. കഴിഞ്ഞ വർഷം
177 സിനിമകളാണ് പ്രദർശിച്ചത്. മുൻ വർഷത്തേക്കാൾ 29 സിനിമകൾ ഈ മേളയിൽ അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ ഒരു തിയേറ്റർ പ്രദർശനമായി അധികമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തവണ 16 തിയേറ്ററുകളായിട്ടാണ് 8 ദിവസത്തെ മേള നടക്കുന്നത്. വിഖ്യാത ചിലിയൻ സംവിധായകൻ പാബ്ലോ ലറൈൻ ആണ് 30ാമത് മേളയിലെ മുഖ്യ. 2017 IFFKയിൽ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ നിരൂത എന്ന ചിത്രത്തിൽ ഉൾപ്പെടെ നിരവധി നല്ല സിനിമകളുടെ സംവിധായകനാണ് അദ്ദേഹം. കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ വേട്ടയിൽ നിന്ന് രക്ഷപ്പെട്ട് പാരായണം ചെയ്യുന്ന കവി പാബ്ലോ നെരൂദയുടെ ജീവിതകഥ ഉൾപ്പെടെ ശക്തമായ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള സിനിമകളാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ പ്രത്യേകമായി ഞാൻ ഇവിടെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടാണ് IFFKയിലെ മറ്റു മേളകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ നിലപാട് 30ാം പതിപ്പ് ഒന്നുകൂടി ഊന്നി പറയുന്നുണ്ട്. ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കുന്ന പാലസ്തീൻ 36 എന്ന സിനിമയാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള പാലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പ് അവതരിപ്പിക്കുന്ന സിനിമയാണ്. ഈ വേദിയിൽ പാലസ്തീൻ അംബാസഡർ ഹിസ് എക്സലൻസി അബ്ദുള്ള M. അബു ഷൈഖ് എത്തിച്ചേർന്നിട്ടുണ്ട്. പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് കേരളവും IFFKയും എന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കൂടിയാണ് ബഹുമാനപ്പെട്ട ജർമ്മൻ അംബാസഡർ ഹിസ് എക്സലൻസി ഡോക്ടർ ഫിലിപ്പ് അഗർമാനും ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നു. വലിയ ചലച്ചിത്ര പാരമ്പര്യമുള്ള നാടാണ് ജർമ്മൻ. ജർമ്മൻ എക്സ്പ്രഷനിസം എന്നത് സിനിമയുടെ ചരിത്രത്തിലെ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. വിഖ്യാത ജർമ്മൻ സംവിധായകരായ ഹെർസോഗ് വിം വെൻഡേഴ്സ്, ഹാസ് ഹിന്ദർ, മൈക്കിൾ ഫനേല, ടോം ടൈക്കർ എന്നിവരെല്ലാം IFFK പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഈ അടുത്ത് വിം വെൻഡേഴ്സിന്റെ സിനിമകളുടെ പുനഃപ്രസിദ്ധീകരിച്ച പതിപ്പുകളുമായി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ വരവേൽപ്പാണ് കേരളം നൽകിയത്. അദ്ദേഹത്തിന് സാംസ്കാരിക വകുപ്പിന്റെ നന്ദിയും ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഹിസ് എക്സലൻസി ഡോക്ടർ ഫിലിപ്പ് അഗർമാന് സാംസ്കാരിക വകുപ്പിന്റെ നന്ദി ഞാൻ ഇവിടെ പ്രത്യേകം അറിയിക്കുന്നു. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ വിയറ്റ്നാം സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. വിയറ്റ്നാം യുദ്ധത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. പ്രഗമ വിയറ്റ്നാമിസ് ചലച്ചിത്രകാരൻ ഉയി താങ് ചുയാനെ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. അധിനിവേശത്തിനെതിരെ പൊരുതിയ വിയറ്റ്നാമിലെ ജനങ്ങൾക്കുള്ള പിന്തുണ കൂടിയാണ് കേരളം ഇവിടെ നൽകുന്നത്. IFFK ഡെലിഗേറ്റുകളുടെ പ്രിയപ്പെട്ടവരായ ലൂയി മുനുവൽ, പെദ്രോ അൺമാന്തോർ തുടങ്ങിയവരുടെ സിനിമകളിൽ ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സ്പാനിഷ് നടി അൻഗല മോനില ഈ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ജൂനിയനും കൂടിയാണ്. 4 പതിറ്റാണ്ടുകാലം സ്പാനിഷ് സിനിമയിലെ സനീവ സാന്നിധ്യമായ അൻഗലെ അഭിനയിക്കാൻ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ സിനിമാ രംഗത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിനിമയ്ക്ക് ഒരു പുതിയ നയം നമ്മൾ നടപ്പാക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള നയ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി സിനിമ കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. ചിത്രാഞ്ജലി സ്റ്റുഡിയോ 160 കോടി രൂപയുടെ പദ്ധതിയിൽ 80 കോടിയുടെ പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം നിന്ന കഴിഞ്ഞ 5 വർഷം രണ്ടാം പിണറായി ഗവൺമെന്റ് എന്ന കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിനിമ എന്നതൊരു വ്യവസായമായി വളർത്തി മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി മലയാള സിനിമയിലൂടെ മലയാളികളുടെ കഴിവും പ്രാപ്തിയും അതിന്റെ മികവും മേന്മയും ലോകത്തിനോട് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള സജീവ പ്രവർത്തനമാണ് കേരള ഗവൺമെന്റും സാംസ്കാരിക വകുപ്പും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. പൊരുതുന്ന നാടുകളിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു സംഗമം കൂടിയാണ് ഈ വേദി. ഈ മേളയുടെ ചരിത്രം തീർച്ചയായിട്ടും ഭാവി തലമുറയ്ക്ക് പഠനവിധേയമാകുന്ന ഒരു ചരിത്രമായി മാറും. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അക്കാദമിയുടെ ചെയർമാൻ ലോകപ്രസിദ്ധനായ റസൂൽ പൂക്കുട്ടി ഇന്നിവിടെ പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ ചെയർമാനാകുന്നതിന് മുമ്പ് തന്നെ ലണ്ടനിൽ ഒരു പ്രോജക്റ്റ് അദ്ദേഹം കോൺട്രാക്ട് സൈൻ ചെയ്തതിനും അദ്ദേഹത്തിന് എത്താൻ കഴിയാത്ത കാര്യം കൃത്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി 18-ാം തീയതി സമാപനത്തിന് ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങളും സ്നേഹവും മലയാളി സമൂഹത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി 30ാമത് വർഷം പൂർത്തിയാക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന കർമ്മം അഭിമാനപൂർവ്വം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
Thank you, Honourable Minister, for beautifully signifying all that IFFK stands for and for officially inaugurating this 30th edition. Ladies and gentlemen, it is our great honour to have with us this evening one of the most influential and most innovative filmmakers of contemporary world cinema. His film Neruda, as was mentioned here earlier, was widely acclaimed at the IFFK 2017 edition, where it received strong critical appreciation as well as enthusiastic response from all of you, the Malayali audience. I invite Sri Pablo Larraín, acclaimed Chilean filmmaker, the chief guest at the inaugural ceremony of 30th IFFK, to address the gathering. Hello, thank you for this beautiful invitation. I've never been to India before. I'm very pleased and very impressed seeing all of you, seeing these beautiful people here. I would just like to talk about the movies very briefly. I've had the chance to look at the catalog, at the movies that will be shown in this festival, and I think the selection is wonderful. I think that whoever decided, I'm sure Golda and her team did that, but I think that there's something very impressive in all of you and in this festival, which is the curiosity that you have for different cultures around the world. So I think that there's something that you should keep over the following years and the upcoming edition of this festival, to stay curious, to keep looking, because cinema is probably the only way to look at the past and the present and eventually the future. Thank you so much. Thank you, Sri Pablo Larraín. We are delighted to have you with us. I now invite His Excellency Dr. Philipp Ackermann, German Ambassador to India, to deliver his address as the guest of honor. Honourable Minister, dignitaries on the dais, let me first of all say how wonderful it is to be here in this beautiful theatre with all these cinema and movie enthusiasts. It's just a fantastic feeling. It's good to be in Kerala, it's good to be in Trivandrum, it's good to be at this festival. Thank you very much for having me. So this festival, I must say, I'm very impressed with. This 30 years of this international Kerala Film Festival. It doesn't get much better than this. It's a wonderful setting. 12,000 people watching movies every year. It's a wonderful and great, one of the great festivals. Now, Kerala is well known for its own movie industry, the Malayalam film scene, the ever-rising Bollywood, as it were. And we think of iconic directors like Adur, Gopalakrishnan, Priyadarshan, or actors like Mohanlal, Mammootty, Dulquer Salmaan, whose talent has shaped Bollywood like no others. And I want to say at this very moment, because I had the great honor to meet his wife, we think of Shaji Kapoor, of course, who has left us way too early, who his work has been very influential, and his work for this festival in particular, and I think we all remember him very fondly. We have this year in the program a variety of German films, and I'm very proud to say that 25 German productions or co-productions will be shown. One of them is the outstanding German director Fatih Akin's new movie Amrum, which I strongly recommend to watch. It's set in the final weeks of World War II in a small village on a German island, starring our currently maybe biggest international Hollywood exports Diane Kruger and Michael Schweighöfer. Another film I want to highlight is the German-Czech-Polish co-production Franz, a biographical drama on Franz Kafka's life. It was just selected for the submission for Best International Feature Film at the Oscars 2026. And I'm very happy also to underline the long-standing cooperation with many German contributions every year. Our colleagues from the Goethe Center here, the great President, CEO
Dr. Said Ibrahim, who is also the very, very talented Honorary Consul of Germany, is a staunch supporter of this festival and has also financed the 17th time in a row this festival, helped finance this festival. I am particularly thankful for the appreciation the festival has shown towards German cinema, the Lifetime Achievement Awards you have given to the German directors Werner Herzog and Rainer Werner Fassbinder are unforgotten. Talking of that, and the Minister of Culture has mentioned the recent visit of Wim Wenders, a very famous German filmmaker also here in Kerala. I think we consider Kerala as God's own country, and we feel that this wonderful saying, God's own country, comes from a German missionary, Hermann Gundert, who many of you might know. He is the first scholar who developed a Malayalam dictionary and a Malayalam grammar book. He lived here for a long, long time in the 19th century, and he fell in love with Kerala. He loved this part of the nation of India, and therefore we think he created this beautiful saying, God's own country. We as his fellow Germans, albeit almost 150, 200 years later, we also fall in love with Kerala. We are happy to be here. Thank you very much for having us and showing Germany. Thank you, His Excellency Dr. Philip Ackman. May now invite His Excellency Mr. Abdullah M. Abu Sharesh, Ambassador of Palestine to India, to address this gathering. Thank you so much. Honorable Minister Sergey Sherian, Minister of Agriculture, Your Excellencies, distinguished guests, comrades, friends, ladies and gentlemen, standing here today, I'm really deeply moved, not only because the Palestinian film opened this remarkable festival, but because tonight, through cinema, small window open into the soul of my people, and important opportunity have been given to expose the truth. Our story. First of all, I wish to extend my heartfelt thanks to the people of Kerala for their unequivocal support to the cause of Palestine. And when I say unshakable, unequivocal, I mean it, because this is my 7th visit to Kerala in Rome. And to the Indian people at large, my gratitude also goes to the Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, who is the first ever one that I shake hands with him, I mean from the officials when I came first time to Kerala. I'm really honored for his steadfast support. And also Mr. Rizal Mukuti, the festival director, for his commitment to our cause and for the official invitation extended to me. Last but not least, I send my deepest gratitude to Animera Jasser, Director of Palestine 636, for her invaluable contribution to correcting this historical record. History needs to be corrected. History, especially
the Middle East history and your history as Indian people need a lot to be again revisited, especially our history. It was Zionized. From the bottom of my heart, of course, I mean the thanks for Ms. Jasser. When we try to tell and document our modern history with the Palestinian, I mean, we were unable to do so for very simple reason. We were never given the platform. The platforms were controlled. Fact. And I am not revealing a secret here. This is fact. And you, the specialized people, are fully aware of it. And this is not anti-Semitic because I am a Semitic man. Palestine 36 is another important answer to the question that if you dare to ask who planted the seeds of the Palestinian misery. A very important question, but rare someone dared to ask it. It was the United Kingdom. Through the Balfour Declaration, in which Britain, without any legal, moral, or historical right, pledged our ancient homeland, Palestine, to the European Zionist settler movement. It was the United Kingdom that turned every stone to entrench the presence of the European settler in our land. And it was the United Kingdom that paved the way for the ethnic cleansing of we, the indigenous Palestinian people, from our ancient homeland. And when I say our ancient homeland, this is not our word. It's very written there in the Old Testament. Genesis verses 21/36, and Abraham sojourned in the land of Palestine many days. In Hebrew, for anyone who knows Hebrew here, ויגר אברהם בארץ פלסטין ימים רבים. This is our homeland. This is not our word. This is what the Old Testament say. The word Palestine, Palestine, the Palestinian people, Canaan, the Canaani people is repeated in the Old Testament hundreds of times. And it was the United Kingdom that paved the way for the ethnic cleansing of the indigenous Palestinian people from their homeland. Much of the United Kingdom devastating and malicious rule remain to be fully revealed, and history still has much to say. Palestine 36 tells a story set nearly 90 years ago during the 1936 uprising against the British colonization and the Zionist colonizer rule. But for Palestinian history is never simply something that happened, it is something we continue to live up to date. What the world seen on the screen, what will you go to see in the screen tonight? Is not a fiction and not a memory alone. It is a reflection of reality. My people, my father himself and my grandfather was endured because they told us. My grandfather used to tell us stories about the malicious British rule in our homeland, mid-1936.
late 1920 and all of this stuff. But unfortunately, again, we did not have the platform to tell our story. The platform is controlled. So the film is a reflection of reality my people still endure up today. A life shaped by resilience in the face of hardship, dignity in the face of oppression, and hope in the face of unimaginable suffering. The genius, timing, and brilliance of the film Palestine 36 lay not on the in presenting a story from the past, but in holding up mirror to the present. For what we are witnessing today has deep historical root that the Zionist movement continue to obscure. And the Israeli occupation. This film reminds us that the struggle for freedom, you the Indian people, all the time, when we say struggle for freedom, just remember your history. Because you are very brilliant and did a great job to have your freedom, to gain your freedom. The film reminds us that the struggle for freedom, justice, and the human dignity is not a chapter closed, but a life reality experienced every day by all of you and by millions of Palestinians. Your Excellencies, distinguished guests, comrades, friends, ladies and gentlemen, I extend my sincere gratitude to Kerala State, Shalashri Academy, to its President Shereen Ranjit, Black Roshmiana, and to the government of Kerala for giving a space to this story, and by doing so giving a space to the Palestinian people themselves. To the audience here tonight, to you all, your presence, your attention, and your willingness to listen and to watch Palestine 36 are acts of solidarity that we, the Palestinians, feel deeply. Thank you so much for opening your heart to us. Listen to us. We have a story. We, the Palestinians, have a story. We denied the right to tell our story. Do you want me to say it again? Why we denied the right? Because the media did not give us the chance to tell our story. The media did not stop propagate the Zionist, the Israeli occupation propaganda. So even before the establishment of the State of Israel, the Western country was fully occupied by one slogan: land without people, for people without land. So our land, we the ancient Canaanite, the ancient Palestinian people, was completely removed, and our land was empty. Up to today, some still denying the existence of the Palestinian people. So Israel is fighting against all of this time. 70,000+ Palestinians killed in Gaza is just a ghost. There is no existence to such thing called a Palestinian people. Thank you so much for opening your heart to us. Merry Christmas and Happy New Year. Thank you so much. Thank you, His Excellency, for accepting our invitation and coming here tonight, and also for speaking from your heart to us. I now request our Honorable Minister, Shri Saji Cherian, to present a token of our appreciation to all the three guests who just spoke to us, starting with our chief guest at this inaugural ceremony, Shri Pablo Larraín, acclaimed Chilean filmmaker.
Honorable Minister for Culture, Shri Saji Cherian, is felicitating Shri Pablo Larraín, acclaimed Chilean filmmaker and director of the film Neruda. Pablo Larraín, Shri Pablo Larraín. And now His Excellency Dr. Philip Ackermann, German Ambassador to India. And His Excellency Mr. Abdullah Abu Shawish, Ambassador of Palestine to India. A moment of solidarity on this stage of the inauguration of 30th IFFK. Ladies and gentlemen, it's now time for the presentation of the Spirit of Cinema Award, which honors courageous filmmakers, women filmmakers who use cinema as a powerful instrument of resistance and social change. I invite Shri Saji Cherian, Honorable Minister for Culture, to present the Spirit of Cinema Award to Ms. Kelly Fife Marshall, Canadian filmmaker. The award comprises a cash prize of ₹5 lakhs, a statuette, and a citation. Kelly Fife Marshall, whose films challenge racial prejudice against Black communities, won the first ever Changemaker Award at the Toronto International Film Festival for her short film Black Bodies in 2020. She made her debut with Heaven in 2018, which also focused on the Black lived experience. She is the co-founder of Make Ripples, a non-profit organization dedicated to accessible activism, racial justice, and empowering communities through storytelling. She is very active in advertising and television as well. I now invite Ms. Kelly Fife Marshall to deliver her acceptance speech. Ms. Kelly Fife Marshall, the winner of the Spirit of Cinema Award at IFFK 30th edition. Thank you, everybody. Thank you so much. Standing here at the International Film Festival of Kerala is an honor that I will carry for the rest of my life. IFFK has always been a festival that celebrates courage. To receive the Spirit Award in a place that holds such a fierce love for cinema community is deeply meaningful. The core of my work is standing up against the injustices faced by the Black community. Across the world right now, we are witnessing a rise in violence, displacement, and silencing. And what I know and what my ancestors know is that an injustice for one community is an injustice for all communities. Our struggle is interconnected and our liberation is intertwined. When we fight for Black lives, we fight for women, we are not just fighting in isolation. We're fighting for a world where every marginalized voice can rise without fear. We are fighting for dignity, for safety, for fundamental right to exist. And cinema and the stories we tell carry the responsibility. Through cinema, we can imagine a world that we want to live in, and we can also shine a light where others try to create shadows. Film can connect people across oceans and cultures and lived experiences. One of my personal philosophies is make ripples. We don't have to wait for a leader. We can create ripples within our community. And so it's important that everybody here makes their own ripples by looking into your community, your households, and making sure there's a safe space and a lovable space for everybody that it interacts with. Standing here in a place with its own proud history of resistance and resilience, I'm reminded that solidarity is not just a word, but it is an action. It is a daily choice, and when we choose to stand together, we become unbreakable. Thank you, thank you, thank you, thank you to the IFFK for giving me the space for stories like mine.
Thank you. Truly, this is one of the greatest honors of my life, and I pray that I will carry the spirit of cinema for many, many more years to come. Thank you, Ms. Kelly Fife Marshall. As all of you know, every year IFFK has a country focus, and this year's country focus is Vietnam. We do not forget history at the IFFK, and we do not forget that this year it is the 50th anniversary of the Vietnam War. I invite Shri Saji Cherian, Honorable Minister for Culture, to felicitate Mr. Bui Dat Chun, renowned Vietnamese filmmaker. With your presence this evening. മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് ഷാജി എൻ കരുൺ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർപേഴ്സണുമായിരുന്നു അദ്ദേഹം. മലയാള സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ വഴി വെളിച്ചമായിരുന്ന മഹാനായ ആ മാർഗദർശിയെ 2025 ഏപ്രിൽ 28 നമുക്ക് നഷ്ടമായി. അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം ചലച്ചിത്ര അക്കാദമി ഈ 30ാമത് IFFKയോട് അനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുകയാണ്. ഷാജി എൻ കരുണിന്റെ സംവിധാന സഹായിയും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ സജീവ് പാഴൂരാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഷാജിയുടെ സഹധർമ്മിണി ശ്രീമതി അനസൂയ ഷാജിയെയും അതുപോലെ പുസ്തകത്തിന്റെ എഡിറ്റർ ശ്രീ സജീവ് പാഴൂരിനെയും ഈ വേദിയിലേക്ക് സസ്നേഹം ക്ഷണിക്കുന്നു. ഈ പുസ്തകം ശ്രീമതി അനസൂയ ഷാജിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാനെയും സാദരം ക്ഷണിക്കുന്നു. This is a profound moment at the 30th edition of the IFFK as we release a book commemorating the comprehensive contributions of the filmmaker Shaji N. Karun, our guiding light. ശ്രീ സജീവ് പാഴൂർ എഡിറ്റ് ചെയ്ത ഈ പുസ്തകം ഷാജി എൻ കരുണിന്റെ സഹധർമ്മിണിയായ ശ്രീമതി അനസൂയ ഷാജിക്ക് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിക്കുന്നു. കരുണയുടെ ക്യാമറ. ഷാജി എൻ കരുണിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പുസ്തകം കരുണയുടെ ക്യാമറ. ഈ വേദിയിൽ ഈ നിമിഷത്തിൽ നമ്മളോടൊപ്പം പങ്കുചേർന്നതിന് ശ്രീമതി അനസൂയോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നന്ദി ശ്രീ സജീവ്. I now invite Ms. Angela Molina, Spanish actor and jury member, to release the IFFK Festival Handbook to Shri A. Jayakumar IAS. Time for the release of the Festival Handbook. 30ാമത് IFFKയുടെ സമഗ്ര വിവരങ്ങളും അടങ്ങുന്ന സിനിമകൾ, സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ എല്ലാവരെയും കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അടങ്ങുന്ന IFFK Festival Handbook is being released by Ms. Angela Molina by giving a copy to Shri K. Jayakumar IAS retired. We share your delight, Ms. Angela. I now invite Shri Adur Gopalakrishnan, eminent filmmaker, to release the Festival Daily Bulletin to Dr. Divya SIL IAS, the Director of Department of Culture. IFFKയുടെ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ, വിശദാംശങ്ങൾ ഒക്കെ അടങ്ങുന്ന ഒരു ഡെയിലി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ആദ്യത്തെ ഡെയിലി ബുള്ളറ്റിൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ദിവ്യ SIL നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു.
Thank you. I now invite Shri Kamal, former chairperson of Kerala State Chalachitra Academy, to release the festival special issue of Chalachitra Samiksha to Srimati Veena Paul, film editor and former artistic director of IFFK. Kerala Samsthana Chalachitra Academy-യുടെ പ്രസിദ്ധീകരണമായ ചലച്ചിത്ര സമീക്ഷയുടെ ഫെസ്റ്റിവൽ സ്പെഷ്യൽ ഇഷ്യൂ പ്രകാശനമാണ് നടക്കുന്നത്. Thank you for doing the honors. IFFK proudly honors 50 glorious years in cinema of an eminent filmmaker. I invite Shri Sajid Cherian, Honorable Minister for Culture, to felicitate Shri Rajiv Nath, renowned filmmaker, on the occasion of completing 50 years in cinema. മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ച 7 മലയാളികളിൽ ഒരാളാണ് ശ്രീ രാജീവ് നാഥ്. 1999 ജനനി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഏറ്റവും മികച്ച സംവിധായകരുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. ആദ്യത്തെ ചിത്രമായ തണലിന് തന്നെ മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹം നേടി. KD ജോർജിന്റെ ആദ്യ ചിത്രമായ സ്വപ്നാടനത്തിൽ ആദ്യാവസാനം സഹായിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ചലച്ചിത്ര സഫര്യ ആരംഭിച്ചത്. 6 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്ന പൂർത്തിയാക്കിയിരിക്കുന്ന ചലച്ചിത്ര സഫര്യ 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. ശ്രീ രാജീവ് നാഥിന്റെ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ച് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിച്ച തണൽ എന്ന പുസ്തകം ഇന്ന് ഈ നിമിഷത്തിൽ തന്നെ ഇവിടെ പ്രകാശനം ചെയ്യുക കൂടിയാണ്. പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് നടനും നാടക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ അലക്സ് വള്ളിക്കുന്നമാണ്. അദ്ദേഹത്തെ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർപേഴ്സണും നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനുമായ ശ്രീ TK രാജീവ് കുമാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണും പ്രമുഖ സംവിധായകനുമായ ശ്രീ K മധുവിനെയും ക്ഷണിക്കുന്നു. In the presence of Shri Alex Vadikkunnam, who has written the book, Tanal is being launched today, a comprehensive record of the film life, the cinematic life of Shri Rajiv Nath. Thank you for doing the honors. കേരള സർക്കാർ പ്രസിദ്ധീകരണങ്ങളായ കേരള കോളിംഗിന്റെയും ജനപഥത്തിന്റെയും 30ാമത് IFFK പ്രത്യേക പതിപ്പിന്റെ പ്രകാശനമാണ് ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ തന്നെയാണ് അത് നിർവഹിക്കുന്നത്. ജനപഥത്തിന്റെ IFFK സ്പെഷ്യൽ കോപ്പി ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ശ്രീ പ്രേംകുമാർ. കേരള കോളിംഗിന്റെ IFFK സ്പെഷ്യൽ കോപ്പി ഏറ്റുവാങ്ങുന്നത് ശ്രീ മധുപാൽ. ശ്രീ മധുപാലാണ് 2 പ്രസിദ്ധീകരണങ്ങളുടെയും IFFK പതിപ്പ് ഏറ്റുവാങ്ങുന്നത്. ജനപഥം കേരള കോളിംഗ്. ഔപചാരികമായ നന്ദി പ്രകാശനത്തിനായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗവും നടനും സംവിധായകനുമായ ശ്രീ സോഹൻ സീനുലാലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഈ ഉദ്ഘാടന ചടങ്ങിലെത്തിയ എല്ലാവർക്കും ഏറ്റവും മനോഹരമായ ഒരു ചലച്ചിത്രോത്സവം ആശംസിക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി കുക്കു പരമേശ്വരന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഫെസ്റ്റിവൽ ഇത്ര മനോഹരമായി സംഘടിപ്പിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകുകയും കഴിഞ്ഞ 5 വർഷക്കാലം സാംസ്കാരിക വകുപ്പിനെ നയിച്ച ഈ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് മുഖ്യാതിഥിയായ പ്രശസ്ത സംവിധായകൻ ശ്രീ പാബ്ലോ ലറൈന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ ആദരവേറ്റു വാങ്ങിയ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവ് കെല്ലി ഫിഫ്ലി മാർഷലിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചലച്ചിത്രമേളയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ അക്കാദമി അവതരിപ്പിക്കുന്നത് പൊരുതുന്ന പാലസ്തീനിൽ നിന്നുള്ള സിനിമകളുടെ പാക്കേജാണ്. അതിനാൽ തന്നെ ഈ ഉദ്ഘാടന വേളയിൽ ഏറ്റവും സമ്മതിതനായ വ്യക്തിത്വം പാലസ്തീന്റെ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ അബ്ദുള്ള എം അബു ഷവേഷാണ്. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിനെ ധന്യമാക്കിയ അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു.
ഈ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന വേദിയെ ധന്യമാക്കിയ മറ്റൊരു വ്യക്തിത്വമാണ് ജർമ്മനിയുടെ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ ഫിലിപ്പ് ആക്കർമാൻ. ഈ ചലച്ചിത്രമേളയുടെ വിവിധ മേഖലകളിൽ ജർമ്മൻ എംബസിയുടെ ഇടപെടലുകളും സഹകരണവും ഈ വേളയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ചലച്ചിത്രമേളയുടെ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ വിയറ്റ്നാമിൽ നിന്നുള്ളവയാണ്. വിയറ്റ്നാം യുദ്ധത്തിന്റെ 50ാം വാർഷിക വേളയിൽ നമ്മുടെ ജൂറി മെമ്പറായും എത്തിയിരിക്കുന്നത് പ്രശസ്ത വിയറ്റ്നാമീസ് ചലച്ചിത്രകാരൻ ശ്രീ ബുയി ചുവാങ്ങിന് ഏറ്റവും ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചലച്ചിത്രമേളയുടെ ഡെയിലി ബുള്ളറ്റിൻ പ്രകാശനം ചെയ്ത മലയാളത്തിന്റെ അഭിമാനമായ അടൂർ സാറിന് ചലച്ചിത്രമേളയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിച്ചത് ജൂറി അംഗവും പ്രശസ്ത അഭിനേത്രിയുമായ ആംഗല മൊളിനിക്ക് ഏറ്റവും ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഫെസ്റ്റിവൽ ബുക്ക് ഏറ്റുവാങ്ങിയ കേരള ചലച്ചിത്രമേളയുടെ തുടക്കക്കാരനായ ശ്രീ കെ ജയകുമാർ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ ഏറ്റുവാങ്ങിയ കൾച്ചറൽ ഡയറക്ടർ ശ്രീമതി ദിവ്യ സയ്യർ IASനും നന്ദി രേഖപ്പെടുത്തുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ മുഖമാസികയായ ചലച്ചിത്ര സമീക്ഷയുടെ പ്രത്യേക പതിപ്പ് പ്രകാശിപ്പിച്ച അക്കാദമിയുടെ മുൻ ചെയർപേഴ്സൺ പ്രശസ്ത സംവിധായകനായ ശ്രീ കമലിന് നന്ദി രേഖപ്പെടുത്തുന്നു. ചലച്ചിത്ര സമീക്ഷ ഏറ്റുവാങ്ങിയ അക്കാദമിയുടെ മുൻ വൈസ് ചെയർപേഴ്സൺ IFFKയുടെ മുൻ ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായ ശ്രീമതി ബീന പോളിന് നന്ദി രേഖപ്പെടുത്തുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനും പ്രശസ്ത ചലച്ചിത്ര നടനുമായ ഷാജി അരുണിനെ പറ്റിയുള്ള കരുണയുടെ ക്യാമറ എന്ന പുസ്തകം ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന്റെ ഭാര്യ അനസൂയ മേഡത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റ് ശ്രീ അനിൽ തോമസിന് നന്ദി രേഖപ്പെടുത്തുന്നു. ചലച്ചിത്രമേളയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയുമായ ശ്രീ C. അജോയ്ക്ക് ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അക്കാദമിയുടെ മുൻ ചെയർമാനും തന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത ശ്രീ രാജീവ് നാഥ് സാറിന് സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ചലച്ചിത്രമേളയുടെ ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ അക്കാദമി മുൻ ചെയർപേഴ്സൺ ശ്രീ DK രാജകുമാർ, ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ ശ്രീ മധുപാൽ, KSFDC ചെയർപേഴ്സൺ ശ്രീ K. മധു, കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ചലച്ചിത്രമേളയിലേക്ക് ഒഴുകിയെത്തിയ സിനിമാ സ്നേഹികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മേളയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന അക്കാദമി ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ, വോളണ്ടിയർമാർ, തിയേറ്റർ ഉടമകൾ, പോലീസ്, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നിങ്ങനെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു.